ചന്ദ്രശേഖരൻ 56 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. LDF 63 സീറ്റുകളിൽ, UDF 69 സീറ്റുകളിൽ, NDA 5 സീറ്റുകളിൽ. 5 സീറ്റ്, ഇത് 5 സീറ്റിലേക്ക്. അപ്പോൾ NDAയുടെ 5 സീറ്റ് ഏതൊക്കെയാണ്? കഴക്കൂട്ടം, കാസർഗോഡ്, പറയുന്നത് പോലെ നേമമുണ്ട്, മലയാളമുണ്ട്, പാലക്കാടുണ്ട്. അപ്പൊ ഈ മണ്ഡലങ്ങളിലൊക്കെ NDA മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂര് ഈ മണ്ഡലം, ഒപ്പം തന്നെ പേരാവൂർ, ഈ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ UDF മുന്നിൽ നിൽക്കുന്നത്. ഓർക്കുക, ഇരിക്കൂര്, അഴീക്കോട്, പേരാവൂര്, കണ്ണൂര് ഈ മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ചെങ്ങന്നൂർ, മാവേലിക്കര അവർ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. തൃശ്ശൂർ UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂർ UDF മുന്നിൽ നിൽക്കുന്നു. മാനന്തവാടിയിൽ 3 മണ്ഡലങ്ങളിലും UDFന്റെ ഒരു തേരോട്ടം തന്നെയാണ്. കൽപ്പറ്റ, മാനന്തവാടി, വയനാട് ജില്ലയിൽ മാനന്തവാടി, ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരി ഈ 3 മണ്ഡലങ്ങളിൽ. അപ്പോൾ വയനാട് ജില്ല UDF എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പോലും നിലവിൽ UDFന് മുൻതൂക്കമില്ല. അവിടെ മഞ്ചേശ്വരത്ത് NDA, കാസർഗോഡ് NDA, ഉദുമയിൽ LDF, തൃക്കരിപ്പൂർ LDF, കാഞ്ഞങ്ങാട് LDF. അപ്പോൾ കാസർഗോഡ് ഒരു അക്കൗണ്ട് തുറക്കാൻ UDFന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അക്കൗണ്ട് തുറന്നേ മതിയാവൂ, എങ്കിൽ മാത്രമേ UDF പറഞ്ഞിട്ടുള്ള കണക്കിലേക്കൊക്കെ വരികയുള്ളൂ. കാസർഗോഡും കയ്യിലും. മണലൂർ TN പ്രതാപൻ മുന്നിലാണ്. റോജി, തീർച്ചയായിട്ടും. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് 2000 വോട്ടുകൾക്ക് മുന്നിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. 2000 വോട്ടുകൾക്ക് മുന്നിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുന്നത്തനാട് ശ്രീനിജൻ അവിടെ മുന്നിലാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുന്നത്തനാട് ശ്രീനിജൻ മുന്നിലാണെന്നൊരു വാർത്ത വരുന്നുണ്ട്. കോവളം M വിൻസെന്റ് മുന്നിലാണ്. അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. കോവളത്ത് M വിൻസെന്റ് മുന്നിലാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് കോവളത്ത് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വോട്ടുകൾക്ക് മുന്നിൽ. കുണ്ടറയിൽ PC വിശ്വനാഥ് 51 വോട്ടുകൾക്ക് മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ LDF മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിൽ മാത്രം, അതായത് റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തെ, കാരണം ആദ്യത്തെ പഞ്ചായത്തൊക്കെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് അവിടെ ലീഡ് ലഭിച്ചിരുന്നു. ചേർത്തല LDF അവിടെ മുന്നിലാണ്. ചേർത്തലയിൽ LDF മുന്നിൽ നിൽക്കുന്നു. ആലപ്പുഴയിൽ LDF ആണ് മുന്നിൽ. ചെങ്ങന്നൂർ LDF ആണ് മുന്നിൽ. തൊടുപുഴ അത് UDF തന്നെയാണ്. അത് അബു ജോൺ ജോസഫ്, അവിടെ PJ ജോസഫിന്റെ മകൻ. ഉദുമയിൽ CH കുഞ്ഞമ്പു. കാട്ടാക്കടയിൽ IB സതീഷ് അവിടെ മുന്നിൽ നിൽക്കുന്നു. അത് അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. ഉദുമ നമ്മൾ നേരത്തെ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ UDF, അടൂര് UDF, ചവറ UDF, കോന്നി അവിടെ LDF ആണ്. റാന്നിയിൽ അവിടെ UDF ലീഡ്. അരുവിക്കര VS ശിവകുമാർ, നമുക്കറിയാം ശബരിനാഥിന്റെയും G കാർത്തികേയൻ പഴയ ആര്യനാട് മണ്ഡലത്തിന്റെ ഒക്കെ ഭാഗമാണ്. അവിടെ VS ശിവകുമാർ, അവിടെ പഴയ ആരോഗ്യമന്ത്രി, അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു എന്നൊരു വാർത്ത. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ അമ്പലപ്പുഴ വളരെ G സുധാകരൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. PK ഫിറോസ് മുന്നിൽ നിൽക്കുകയാണ്. ചെങ്ങന്നൂർ സജി ചെറിയാൻ 66 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് നോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതെ, കൊയിലാണ്ടി K പ്രവീൺ കുമാർ ഇപ്പോൾ 58